ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ വീഡിയോയിലൂടെ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആണ് പെരിങ്ങാല. കാക്കനാട് പള്ളിക്കരയ്ക്ക് വളരെ അടുത്താണ്. ഈ കാണുന്ന വീട് പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 800 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻഫോ പാർക്കിലേക്ക് എളുപ്പമാണ്. വെറും 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് അവിടെ വളർന്നു വരുന്ന ഓരോ കമ്പനികളുടെയും അതുപോലെ തന്നെ പുതിയ പുതിയ പ്രൊജക്ടുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 1 ഫേസ് 2 കഴിഞ്ഞപ്പോൾ ഫേസ് 3യുടെ വർക്കുകളും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമുക്ക് ഇവിടെ നിയറസ്റ്റ് ആണ്. അപ്പോൾ ഇൻഫോ പാർക്കിലെ സ്റ്റാഫുകൾക്ക് സ്വന്തമായിട്ട് താമസിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് നോക്കുവാണെങ്കിലും നമ്മൾ ഈ ഒരു വീട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന നല്ലൊരു റെന്റ് കിട്ടുന്ന ഒരു വീട് കൂടിയാണ്. കാരണം ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. സ്വന്തമായിട്ട് താമസിക്കാനാണെങ്കിലും റെന്റ് ഔട്ട് ചെയ്യാനും നല്ലൊരു വീടാണ്. ഇൻഫോ പാർക്ക് 6 കിലോമീറ്റർ, കാക്കനാട് കളക്ടറേറ്റിലേക്ക് 9.6 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 17 കിലോമീറ്റർ, ആലുവേലേക്ക് നോക്കിയാൽ 16, തൃപ്പൂണിത്തുറയിലേക്ക് 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. നമുക്ക് എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ. 4 ബെഡ്റൂമിന്റെ വീടാണ്. 4,300 ലാൻഡ് അളവ് വരുന്നത്. 1,830 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ്. നമുക്ക് എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. എലിവേഷൻ നിങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ. നല്ല ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നിറയെ LED ലൈറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ ഡിസൈൻ ഒക്കെ വരുന്ന ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ട് നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. വൈഡ് ആയിട്ടുള്ള റോഡാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മതിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ആണ്. മിഡിൽ പോർഷനിൽ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് ടെക്സ്ചർ വർക്കാണ്. അതിനകത്ത് ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. നല്ലൊരു ഡിസൈൻ ആണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് 2 ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് ഇവിടുത്തെ ഒരു അകത്തുള്ള കോമ്പൗണ്ടിലേക്കാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ 2 വീലേഴ്സിനും കാർ പാർക്കിങ്ങിനും ഒക്കെ കിട്ടുന്നത്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തിൽ വലിയ കിണർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴി നോക്കുവാണെന്നുണ്ടെങ്കിലും മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ പോകുന്ന സമയത്ത് നല്ല വൈഡ് ആയ ഏരിയ ആണ്. ഇവിടെയും ഫ്ലോറിൽ മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് കിച്ചണിന്റെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഫ്ലോർ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കോൺക്രീറ്റ് ആണ് ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയും സ്റ്റോൺസ് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. വാസ്തുപരമായിട്ട് നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വെച്ചിരിക്കുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. സിറ്റ് ഔട്ട് ഇതാണ്. നമുക്കൊരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ചെറിയ സിറ്റ് ഔട്ട് ആണ്. 2 ചെയറിനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പില്ലർ ഭംഗിയുള്ള ഡിസൈൻ ആണ്. മുകളിൽ കാണുന്ന ഭാഗത്തൊക്കെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മെയിൻ ഡോർ വന്നിട്ട് തേക്കിലും ബാക്കിയൊക്കെ ആഞ്ഞലി മഹാഗണി തടികളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ 10 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ ആണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് ആണ് കാണാൻ പറ്റുന്നത്. ആ ഒരു വോള് കംപ്ലീറ്റ് PVC പാനലിംഗ് ആണ്. നമുക്ക് അവിടെ TV വെക്കാനുള്ള സ്പേസ് മാത്രം ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഷെൽഫുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കയറി വരുമ്പോൾ മെയിൻ ഡോറിനടുത്ത് 2 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് എങ്കിൽ പോലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്.
LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. നേരെ ഡൈനിങ്ങിലേക്ക് പോകാം. എൻട്രൻസ് നോക്കുവാണെങ്കിൽ ഇത് പാർട്ടീഷൻ വരുന്നുണ്ട്. ഭംഗിയായിട്ട് നല്ല വുഡൻ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ആ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സ്പേസുകളുടെ ഇടയിലെല്ലാം തന്നെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. ഡൈനിങ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 12 അടി നീളവും 7.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ ആ ഒരു എൻഡ് ഭാഗത്തായിട്ട് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹാൻഡിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെപ്പുകളിലെ ഓരോ പോർഷനിലും നോക്കിയാൽ നമുക്ക് ചെറിയ ലൈറ്റുകളൊക്കെ ഫുഡ് ലാമ്പ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ബ്രൗൺ കളർ പെയിന്റ് ആണ്. ബോർഡറുകളിലൊക്കെ വരുന്നത് ചെറിയ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് ഇങ്ങനെ നീണ്ടു നിവർന്ന വലിയൊരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു എൻഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഡോറുകളും താഴെ നമുക്ക് ഇതുപോലുള്ള വുഡൻ ഷെൽഫും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വാഷ് ഏരിയ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സൈഡിലൊക്കെ നോക്കിയാൽ പാനലിംഗ് വർക്കുകളാണ്. ബാക്ക് സൈഡിലും ഭംഗിയുള്ള ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു റൗണ്ട് മിററും ബാക്ക്ഗ്രൗണ്ടിൽ LED സ്ട്രിപ്പുകളും വരുന്നുണ്ട്. വാഷ് ബേസിന്റെ ഷേപ്പ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കളറിലും ഡിസൈനിലും ഷേപ്പിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതിന് താഴെ വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. കേബിൾസ് ഒക്കെ നോക്കുവാണെങ്കിലും വി ഗാർഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബെഡ്റൂമുകളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വലിയ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് 14 അടി നീളവും 10 അടി വീതിയുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് റൂഫ് പ്ലെയിൻ ആയിട്ട് വേണമെന്നുള്ളത്, ബെഡ്റൂമിൽ അധികം വർക്കുകൾ വേണ്ട എന്നുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ പാനലിംഗ് വർക്കുകളാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ തന്നെയാണ്. ഫ്ലോറിലൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. ജെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ സ്പേഷ്യസ് ആണ്. ഇവിടെയും 13.5 അടി നീളവും 12 അടി വീതിയുമാണ്. ചുറ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വളരെ സ്പേസ് ആണ് റൂമിനകത്ത് കിട്ടുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. റൂഫ് ഡിസൈനുകളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ടൈലുകളെല്ലാം വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളും സ്പേസും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിന്റെ മുകളിൽ 3 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു കിച്ചൺ ആണ്. നമുക്ക് 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ എല്ലാം തന്നെ ഗ്രേ കളർ ടൈലാണ്. നേരെ നോക്കുമ്പോൾ 2 വിൻഡോസും റൈറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള 2 വിൻഡോസും ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഇവിടെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് 3 ലെയറിലാണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേ ഷെയ്ഡും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് പ്ലേറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാനായിട്ട് ഇതുപോലൊരു അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കിയാലും വൈറ്റ് കളർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് വന്നിട്ട് പ്ലെയിൻ ആണ്. കിച്ചന്റെ ഡോർ തുറന്നാൽ നമുക്ക് പുറത്തേക്കാണ്. പുറത്ത് നല്ല സ്പേസ് ഉണ്ട്. ഫ്ലോറിംഗ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. ഈ കാണുന്ന വലിയൊരു ബോൾ നോക്കുവാണെങ്കിൽ നല്ല പിങ്ക് ഷെയ്ഡിലുള്ള പെയിന്റ് ആണ്. അവിടെ ഷോലൈറ്റ് വരുന്നുണ്ട്. 3 വിൻഡോസും കിട്ടുന്നുണ്ട്. കടന്നു വരുന്ന വഴിക്ക് ഏറ്റവും നേരെ മുകളിൽ റൂഫിൽ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല വെയിലുള്ള സമയത്ത് നല്ല സൺലൈറ്റ് ആണ് നമുക്ക് ഇതിനകത്തേക്ക് കിട്ടുന്നത്. ഈ ഒരു റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈനുകളെല്ലാം തന്നെ
ഈ ഒരു പിങ്ക് ആണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്. അത് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ വലിയ സൈസ് തന്നെയാണ് ബെഡ്റൂമുകൾക്ക്. 14 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്ലൈഡ് ചെയ്താൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണിയിലേക്കാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫിന്റെ ഗ്ലാസ്സുമാണ് ഇട്ടിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ വാർഡ്രോബുകളൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എയർ ഹോൾസ് എല്ലാ റൂമുകളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കളറുകളാണ് ടൈലിന് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് നമുക്കിനി കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഏരിയ നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഭംഗിയുള്ള പിക്ചേഴ്സ് വെക്കാനോ ഒരു അലമാരി വെക്കാനോ ഒക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 13 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആണ്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ അറ്റാച്ച് ചെയ്ത് ഭംഗിയായിട്ടാണ് വാർഡ്രോബുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിന്റെയും ഡ്രസ്സിംഗ് ടേബിൾ വയ്ക്കുന്ന ഭാഗത്തൊക്കെ PVC പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് പർപ്പസിനൊക്കെ ഈ ഒരു ഏരിയയിൽ മിറർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്ക് പോലെ ചുറ്റിനും മിറർ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സിംഗ് ഏരിയ ആക്കി ഇവിടെ മാറ്റാവുന്നതാണ്. ബാത്റൂമിനകത്ത് വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബാത്റൂമും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഫ്ലോറിൽ ഇതുപോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സേഫ് ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാം. പവർ പ്ലഗുകളും നമുക്ക് വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു ഭാഗത്താണ് ബെഡ്റൂംസും യൂട്ടിലിറ്റി ഏരിയയും കണ്ടത്. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. എൻട്രൻസ് വളരെ വൈഡ് ആയിട്ടും വുഡൻ പാനലിംഗും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. TV വെക്കാനുള്ള നമുക്ക് കേബിൾ വരാനുള്ള പൈപ്പുകളും പവർ പോയിന്റും എല്ലാം ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് വേറെയും വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടുത്തെ നമുക്ക് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് അത് കവർ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് LED സ്ട്രിപ്പുകളാണ്. താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ LED സ്ട്രിപ്പിന്റെ വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീട് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്ക് അടുത്ത് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 800 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാനാണെങ്കിലും സ്വന്തമായിട്ട് താമസിക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു വീട് തന്നെയാണിത്. ചുറ്റിനും വീടുകളൊക്കെയുള്ള നല്ലൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട്, അതുപോലെ തന്നെ നമുക്ക് ഇടപ്പള്ളി, കളമശ്ശേരി, തൃപ്പൂണിത്തുറ എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4,300 ആണ് ലാൻഡ് വരുന്നത്. 1,830 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 4.3 സെന്റ് ഓഫ് ലാൻഡിൽ 1,830 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ ഓണർ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് 75 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 75 lakhs എന്നുള്ള ഈ ഒരു പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു 70 ലക്ഷം രൂപയ്ക്ക് എന്താണെങ്കിലും പുറത്താണ്. നല്ലൊരു വീടാണ്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. റോഡിനടുത്ത് 4 ബെഡ്റൂമിന്റെ വീടുകൾ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാൻ തന്നെ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ അത് അറിയാം. എത്രയും പെട്ടെന്ന് സമയം കളയേണ്ട. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള
അതിന് മുമ്പ് ലോണിന്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് നമ്മളത് അറേഞ്ച് ചെയ്ത് തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാർബിൾ ഹോംസിന് തന്നെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തരേണ്ടതില്ല. ബാങ്കിന്റെ നോർമൽ ആ ഒരു പ്രൊസീജിയറിലൂടെയാണ് നിങ്ങൾക്ക് ലോൺ ഞങ്ങൾ റെഡിയാക്കി തരുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ മാർബിൾ ഹോംസ് വഴി വീട് എടുത്തില്ല, വേറെ ഏതെങ്കിലും ഒരു ചാനൽ വഴിയാണ് വീട് എടുക്കുന്നത്, നിങ്ങൾക്ക് പക്ഷേ ലോൺ വേണം, ധൈര്യമായി വിളിച്ചോളൂ. അതും മാർബിൾ ഹോംസ് അറേഞ്ച് ചെയ്ത് തരാം. നമ്മളെ കഴിഞ്ഞ് തന്നെ വീട് എടുക്കണമെന്ന് നിർബന്ധമില്ല. എവിടെ നിന്ന് വീടെടുത്താലും അതിനുള്ള ലോൺ ഫെസിലിറ്റി ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സമയം കളയേണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത ഭംഗിയുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് മാർബിൾ ഹോംസിലൂടെ വീണ്ടും കാണാം. ഇതുവരേക്കും എല്ലാവർക്കും ബൈ.